ഇന്ദ്രേട്ടാ ഒരു മിനിറ്റ്, അച്ഛന്റെ ശബ്ദം പോലെ. നോക്ക്. അയ്യോ അച്ഛ, ഇന്ദ്രേട്ടാ. ഇന്ദ്രേട്ടാ, അയ്യോ എന്ത് പറ്റി അച്ഛാ? അച്ഛാ എന്താ പറ്റിയെന്ന്? അച്ഛാ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയത്? അച്ഛ എഴുന്നേറ്റ്. ഇന്ദ്രേട്ട ഒന്ന് പിടിച്ച്. അച്ഛ എണീക്ക്. പതുക്കെ പതുക്കെ. അച്ഛൻ ഇതിന് ആവശ്യമില്ലാത്തൊക്കെ ചെയ്യാൻ പോയത്? അച്ഛാ ആ വിറകെല്ലാം വെട്ടിയത് അച്ഛനാണോ? കുഴപ്പമില്ല, ചൂടുവെള്ളം മതി. ഇന്ദ്രേട്ടാ സോനയോട് കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പറ. അവള് വെള്ളം എടുക്കാൻ പോയതാ, പിന്നെ കണ്ടില്ല. ഇന്ദ്രേട്ടാ എന്താലേ ഞാൻ പോയി എടുക്കാവേ. ഇന്ദ്രേട്ടൻ ഇവിടെ നിന്ന് നിക്കണേ. അനു വേണ്ട, ഞാൻ സോനയോട് പറയാം. ചൂട്ടുമ്പോ അകത്ത് പോയിരുന്നേ ചോക്ലേറ്റ് കഴിച്ചോ കേട്ടോ. പോയിക്കോ വിച്ചുമോനെ, നീ അച്ഛനോട് പോയിക്കോ. അച്ഛാ അയ്യോ വെള്ളം ഇപ്പൊ കൊണ്ടുവരും അച്ഛാ. വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിലേക്ക് പോണോ? വേണ്ട മോളെ, കുഴപ്പമൊന്നുമില്ല. സോനെ, ഇന്ദ്രനാണല്ലോ. സോനെ, അതെ തൽക്കാലം ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. മോളുടെ കഴുത്തി കണ്ട എല്ലാവരും ചോദിക്കാൻ തുടങ്ങും. ഇതിൽ വെള്ളമില്ലല്ലോ. സോന ചില്ല്. എന്തേട്ടാ? നീ ആർക്കെങ്കിലും ചൂടുവെള്ളം കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ? അയ്യോ അമ്മ ഒരു കാര്യത്തിന് വിളിച്ചപ്പോ ഞാനതൊക്കെ മറന്നുപോയി. ശരി, നീ പെട്ടെന്ന് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുപോവാ. വേഗം വേണം. ആ അതെന്താടാ, നിന്റെ ഭാര്യ വന്നില്ലേ? അനു അപ്പുറത്തുണ്ട്. ഞങ്ങൾ വരുമ്പോഴേ ആ മനുഷ്യൻ ജോലി ചെയ്ത് തളർന്നു വീഴാൻ പോവായിരുന്നു. അനു ഓടിച്ചെന്ന് പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അതങ്ങനെ സംഭവിക്കുള്ളൂ ഇന്ദ്ര. നിങ്ങളുടെ മുമ്പിൽ വെച്ച് വീണാലല്ലേ അനുപമ ഓടിച്ചെന്ന് പിടിക്കുകയും നിനക്ക് സഹതാപം തോന്നുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോ അമ്മ അയാളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിച്ചില്ലെന്നാണോ? എന്താ ചെയ്യിപ്പിച്ചെന്നേ ഞാൻ കണ്ടു. എടാ മരുഭൂമിയിൽ കടന്ന് ഇതിലും കഠിനമായി ജോലി ചെയ്ത ആളാന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഇവിടെ ചെയ്താൽ മാത്രം ഇത്ര പെട്ടെന്ന് ക്ഷീണം വരുന്നേ? അമ്മേ, സുഖമില്ലാത്തൊരാളാ. കടുത്ത ശ്വാസം മുട്ടലും ചുമയും ആ മനുഷ്യനുണ്ട്. ജോലിയൊക്കെ ചെയ്യുന്നത് പോട്ടെ, കുറച്ച് ചൂടുവെള്ളം ചോദിച്ചാ അതും കൂടെ കൊടുത്തൂടെ? അത്തരം ഒരു മനുഷ്യത്വമെങ്കിലും അയാളോട് അമ്മയ്ക്ക് കാണിച്ചുകൂടെ? അതെന്തായാലും എന്റെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കണ്ട. പകരം നിന്റെ ഭാര്യ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അമ്മേ, ആരെങ്കിലും ഒരാൾ സഹായിച്ചില്ലെങ്കിലേ അയാൾ ഈ വീടിന്റെ മുറ്റത്ത് കിടന്ന് മരിക്കും. സോന ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോയപ്പോ അമ്മ തടയായിരുന്നു അല്ലേ? അതേടാ, എന്റെ മക്കൾ ആരും അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. എങ്കിലേ ആ ബാധ ഈ കുടുംബത്തൊന്നു പോകൂ. സോനയെ മാത്രമല്ല സത്രിയെ നിന്നെ ഞാൻ തടയും.